എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുള്ളത് ചോങ്സിങ്ങിലാണ്. അപ്പോൾ ചോങ്സിങ്ങിലെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ഥലം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ലിസിബ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നേരെ നമ്മൾ ലിസിബ സ്റ്റേഷൻ്റെ ആദ്യം മുകളിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നമ്മൾ ലിസിബ സ്റ്റേഷനിലൂടെ ഇറങ്ങിയേക്കാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ലിസിബ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മളുള്ളത് 6th to 8th ഫ്ലോറോ 6th to 9th ഫ്ലോറോ അങ്ങനെ എന്തെങ്കിലും ആണ് ഉള്ളത്. മൊത്തം ഒരു 19 നിലയുള്ള ബിൽഡിംഗ് ആണ് ഈ ലിസിബ ഒരു ബിൽഡിംഗ് വരുന്നത്. ഇതിൽ താഴത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. പ്രത്യേക രീതിക്കുള്ള ഒരു മെക്കാനിസം വെച്ചിട്ട് ഈ മെട്രോൻ്റെ സൗണ്ട് തന്നെ അടുത്ത അതായത് താഴത്തെ ഫ്ലോറിലോട്ടുള്ള ആൾക്കാർക്കൊന്നും കേൾക്കാണ്ടിരിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കാത്തും രീതിക്കുള്ള സ്ട്രക്ചറിലാണ് ഇത് മൊത്തം ഉണ്ടാക്കിയേക്കണേ. ഇവിടുത്തെ സൗണ്ട് റിഡക്ഷൻ എന്തോ സംഭവമൊക്കെ വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയേക്കണേ. ഈ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2005 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ഈ സംഭവം. അപ്പോൾ ഈ ബിൽഡിംഗ് ആദ്യമേ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ മെട്രോ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 പ്ലാറ്റ്ഫോമുള്ളൊരു മെട്രോ ആണ് കേട്ടത്. ഇതിൻ്റെ താഴത്തേക്കൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെ. അതായത് 2005 എന്ന് പറയുമ്പോൾ ഏകദേശം 19 വർഷം മുന്നുള്ള ടെക്നോളജിയാണ് കേസ്. ഇതൊക്കെ ആൾക്കാർ അത്രയും സെറ്റായിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മെട്രോ ലൈൻ വരുന്നത്. നമുക്ക് താഴത്തേക്കൊക്കെ പോയി നോക്കാം. ലിസിബ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ലീതോങ്ങിൻ്റെ ലീയാണ് കേട്ടോ. ഇത് നമ്മുടെ പേരിൻ്റെ ലീ. എന്ത് ചെയ്യാനാണ്, നമ്മുടെ പേര് എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഫേമസ് സ്ഥലത്തും നമ്മുടെ പേരിൻ്റെ സർനെയിമാണ് കേട്ടോ ലീ എന്ന് പറയുന്നത്. മെട്രോന്ന് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ അങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത്. ഇപ്പോൾ നമ്മളുള്ളത് 6th ഫ്ലോറിൽ എന്തോ ആണ് നമ്മളുള്ളത്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അവിടെ ആ ക്രൗഡ് കണ്ടോ, ആ ക്രൗഡ് അവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നത്. ലിസിബേൻ്റെ ഈ ബിൽഡിങ്ങിൽ കൂടെ ട്രെയിൻ പോകണതിൻ്റെ നിങ്ങളൊന്ന് നോക്കൂ. ഈ ബിൽഡിങ്ങിൽ ഇവിടെ ഇനി അടുത്ത ബിസിനസ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് സംഭവം. ഈ ബിൽഡിങ് ഇങ്ങനെ ഒരു ബിൽഡിങ് വരുന്നു. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ട്രെയിൻ പോകുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കുറേ സോവിനിയേഴ്സും സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. ഇനി എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നുള്ളത്. അതെ, ഇവിടെ പാണ്ടക്കുട്ടന്മാർ ഇരുന്നിട്ട് മാജോങ് കളിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ നല്ല സൂപ്പർ സോവിനിയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ട്രെയിൻ പോകണു, മെട്രോ പോകുന്നുണ്ട് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ മെട്രോ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ചോങ്സിങ്ങിലെ സ്പെഷ്യൽ കേബിൾ കാർ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഡ്രൈഡ് ബീഫും കുറേ ജേർക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വെറൈറ്റി ആയി കണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്പൈസി ആയിട്ടുള്ള അച്ചാർ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമുക്ക്. ഇത് ചൈനീസ് വിഭവങ്ങളായിട്ടുള്ള സ്പെഷ്യൽ അച്ചാറുകളാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുടീൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന കുറച്ച് ആയിമാരൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ എന്തെല്ലോ ഐറ്റംസ് നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനും സംഭവങ്ങളൊക്കെ പറ്റുന്നതാണ്. അങ്ങനത്തെ ഒരു ഐറ്റം. പിന്നെ ഇവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം. അതൊരു ഫോട്ടോ ഫിനിഷ് സ്പോട്ട് ബോസായി ചോങ്സിങ് ഹൻഷിയാങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ചോങ്സിങ്ങിലാണ്, നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ് അതിന് എഴുതിയിരിക്കുന്നത്. ഇത് ഇവരുടെ മങ്കി ഗോഡ് എന്ന് പറയും. ചൈനീസ് ഒരു കൾച്ചർ അവരുടെ ഇതനുസരിച്ചുള്ള ഒരു ദൈവം പോലെ ഒരു കാണുന്ന ഒരു ക്യാരക്ടറാണിത്. നമുക്കൊരു ഹനുമാനൊക്കെ ഉള്ള പോലെ തന്നെ അവർക്കുള്ളൊരു മങ്കി ഗോഡ് എന്ന സംഭവമാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ റെഡ് സാധനത്തിൽ ഓരോന്ന് എഴുതിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വിഷ് എഴുതിയിടുന്നതാണ്. ഇത് എവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും നോക്കാം. ഇവിടെയൊക്കെ ഓരോ വിഷും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അടുത്ത സൗന്യറിൻ്റെ ഷോപ്പ്. ഇവിടെ വിഷിൻ്റെ സംഭവം നമുക്ക് മേടിക്കാം. 10 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. എന്നാൽ നമുക്ക് വിഷ് എഴുതിയിട്ട് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നതാണ് പറയുന്നത് കേട്ടോ. ഭണ്ഡാരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിലത്തെ പോലത്തെ ഒരു ഭണ്ഡാരം പോലത്തെ സംഭവം. ഇതൊരു ദൈവം ബുദ്ധരൂപ തോന്നുന്നു. പിന്നെ ഇവിടെയും സൊവിനിയേഴ്സ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഈ ഏരിയാസ് മൊത്തം സൊവിനിയേഴ്സും സംഭവങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ ഇവിടെ വരുന്നത് മൊത്തം ടൂറിസ്റ്റാണ്, സൊവിനിയേഴ്സാണ്. പിന്നെ അത് നമ്മുടെ മറ്റേ ചായ, പിന്നെ ഫുള്ള് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു തരം ചായയാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഇതും ചായ തന്നെ. നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ ഭരണികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ പൈസ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഫുൾ പൈസ തന്നെ കേട്ടോ. ഒറിജിനൽ പൈസയാണോ? ഒറിജിനൽ അല്ല തോന്നണം കേട്ടോ. കോടിക്കണക്കിന് പൈസകളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ആ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിന് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഉണ്ടെടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു സാധനത്തിനെയാണ് ഇവരെടുത്തിട്ട് ഇങ്ങനെ എഴുതിയേക്കണം. നമ്മൾ ലിസിബേൻ്റെ താഴത്തേക്കാണ്. നമ്മൾ ബിൽഡിംഗ് കൂടെ ട്രെയിൻ പോകുന്നത് കാണാനായിട്ട് വന്നേക്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുൾ ക്രൗഡഡ് ആണ്. ഇതാണ് നമ്മുടെ ബിൽഡിംഗ് വരുന്നത്. ഫുൾ ക്രൗഡഡ് ആണ് കേട്ടോ. ഇവിടെ മൊത്തം ക്രൗഡഡ് ആണ്. ഇത് ഇപ്പോൾ ഒരു വീക്ക് ഡേ ആണ്. വീക്ക് ഡേ ആയിട്ടാണ് ഇമാതിരി ക്രൗഡ് ഉള്ളത് ഇവിടെ.
ഇതാണ് നമ്മുടെ മെട്രോ ലൈൻ പോകുന്നത്. ലൈൻ 2 ആണ് കേട്ടോ. നിങ്ങൾ ചോങ്സിങ് വിസിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ലൈൻ 2 വന്നിട്ട് എന്തായാലും ലിസിബയിൽ വന്നിട്ട് ഇറങ്ങണം. എന്നിട്ട് ഇവിടെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ഈ മെട്രോ പോകുന്നത്. ബിൽഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ ഓഫീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ സൊവിനിയർ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉള്ളിൽ കയറി കണ്ടതാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഫുൾ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മെട്രോ വരുന്നുണ്ട്. മെട്രോ ഇങ്ങനെ വന്ന് പോയി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക്. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫുൾ ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലമാണ് ഈ ഭാഗം വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ക്രൗഡ് ഫോട്ടോസാണ് മെയിനായിട്ട് ഇവിടെ. ഫുഡിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഇന്ത്യൻ പാട്ട് കേൾക്കുന്നുണ്ട്. പുള്ളി ഈ ഒരു ബാബി ഡോളിനെ ഇത് വെച്ച് ഡാൻസ് കളിപ്പിക്കട്ടെ ഈ പാട്ടൊക്കെ കേട്ടിട്ട്. ലിസിബാൻ്റെ മൊത്തം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. നേരെ നമുക്ക് ഫുഡ് അടിക്കാൻ പോകാം. ഫുഡ് അടിക്കാൻ പോകുമ്പോൾ എന്താ ഇവിടെ ഉള്ളത് നൂഡിൽസാണ് മൊത്തം ഉള്ളത്. നൂഡിൽസ് നമുക്കിന്ന് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യാം. നല്ല ഷാവനി റോമിയാനാണ് കഴിച്ചത്. ഇന്ന് വെറൈറ്റി ആയിട്ട് ആ ഒരു നൂഡിൽസ് കുടിക്കാം. അതായത് 15 യുവാൻസിൻ്റെ ആ ഒരു നൂഡിൽസ് കുടിക്കാം. അത് കഴിച്ച് നോക്കാം. ഫുഡ് വന്നേക്കുകയാണ്. ഇത് ഇവിടെ മിൻസ്ഡ് ബീഫോ പോർക്കോ എന്തോ സംഭവമാണ്, മീറ്റാണ്. പിന്നെ വെള്ളക്കടലക്കറി ഉണ്ട്. പിന്നെ ചുമ്മാ എന്തോ ഒരു കപ്പലണ്ടി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സംഭവം. ഇനി നമുക്കിത് ഫുള്ള് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നമ്മുടെ നൂഡിൽസ് വന്നേക്കാണ്. നമുക്ക് നൂഡിൽസ് എന്തായാലും കഴിച്ച് നോക്കാം. ഇന്നലത്തെ കഴിച്ച നൂഡിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. കാരണം കടലയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നൂഡിൽസ് നല്ല സോഫ്റ്റ് നൂഡിൽസാണ്. പിന്നെ മീറ്റിൻ്റെ പോർക്കാണ് മീറ്റ് വരുന്നത്. നമുക്കിനി കുറച്ച് ഇലയൊക്കെ കഴിച്ച് നോക്കാം. ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലേവർ ഇതിനാണ് കൂടുതൽ. പക്ഷേ ഐ പ്രിഫർ അതോ. നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ രസം ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ ഫുള്ള് കഴിച്ച് കഴിഞ്ഞേക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴാണ് ടേസ്റ്റ് ഒക്കെ കൂടിയത്. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ ശാന്തി ഇരിക്കുന്നുണ്ട്. ശാന്തി, വൈ യു നോട്ട് ഹാവിങ് ദ ഫുഡ്? ഫുൾ ശാന്തി ഒരിക്കലും ഫുഡ് കംപ്ലീറ്റ് ചെയ്യൂല. നമ്മൾ ചോങ്സിങ് റെയിൽ ട്രാൻസിറ്റ്, അതായത് ചോങ്സിങ് മെട്രോൻ്റെ ഇതിനുള്ളിൽ കയറിയൊക്കെ. അതാണ് ഇവിടുത്തെ നമ്മുടെ ഡ്രൈവർ മാമൻ്റെ സ്ഥലം വരുന്നത്. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് പോകുന്നത് ഡ്രൈവർ മാമൻ മറ്റേ സൈഡിലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ലിൻജിയാങ്ലു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഈ ലിൻജിയാങ്ലുവിൻ്റെ ഇവിടെ ഇത് ഹോസ്പിറ്റലിനെയാണ്, സെക്കൻഡ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽ ഓഫ് ചോങ്സിങ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. 1869 എന്തോ തുടങ്ങിയിട്ടുള്ളതാണ്. 1892 തുടങ്ങിയിട്ടുള്ളതാണ്. അവരുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ വരുന്നത്. ഇത് അവരുടെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിറ്റി ആയിട്ട് കാണാമല്ലോ ഈ ഒരു ഏരിയ. ഇത് നമ്മൾ വിചാരിക്കും ഇത് ബേസ്മെൻ്റ് ആണെന്ന് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഇവിടേക്കാണ് മുകളിലോട്ട് കയറാം. ഇതൊക്കെ കണക്റ്റഡ് ആണ് ഈ സ്ഥലം മൊത്തം വരുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നേക്കാണ് കേട്ടോ. ഇവിടെ കുറേ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ കച്ചവടക്കാരും സംഭവങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്, അവിടെ കുറേ എവറി ഡേ ഷോപ്സ് ഉണ്ട്, ജ്യൂസ് കടകളുണ്ട്, യോഗട്ടിൻ്റെ ഷോപ്പുണ്ട്, സോവിനിയർ ഷോപ്സ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നോക്കൂ ഗൈസ്, അവിടെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അത്രയൊക്കെ കഴിഞ്ഞാൽ അവിടെ മൊത്തം ചെറിയ ചെറിയ കച്ചവടക്കാരും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് പെർഫോമൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വന്ന് നേരെ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്ന് ഇനി ഇത് അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ബേസ്മെൻറ്റിൽ നിങ്ങൾ ഒരു ഫ്ലോർ കൂടുതലില്ലേ. ഇനി നേരെ ഈ ഓപ്പോസിറ്റുള്ള സൈഡിലോട്ടൊന്ന് നിങ്ങൾ നോക്കുക ഗൈസ്. ഓപ്പോസിറ്റുള്ള സൈഡിൽ ആ ബിൽഡിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഹോട്ടലാണ് വരുന്നത്. ആ ഹോട്ടൽ 23rd ഫ്ലോറാണ് അവിടെ കാണുന്നത്. കണ്ടോ, 23rd ഫ്ലോർ. അപ്പോൾ ഇത് എത്രാമത്തെ ഫ്ലോർ ആയിരിക്കും ഗൈസ്? ഇവിടെ നോക്കൂ നിങ്ങൾ, 22nd ഫ്ലോർ. ഇതാണ് ചോങ്സിങ് ഗൈസ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചൈനയിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ നേരെ റോഡ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 22nd ഫ്ലോറിലുള്ള, അതായത് 23 ഫ്ലോർസുള്ള വേറൊരു ബിൽഡിങ്. ഇവിടെ ഒന്നും മനസ്സിലാവില്ല. 22nd ഫ്ലോറും സെയിം പ്ലാറ്റ്ഫോം തന്നെ ഈ സൈഡിൽ വന്ന 2nd ഫ്ലോറും ആയിട്ടുള്ള ബിൽഡിങ്ങിൽ നിന്നും നമ്മൾ നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങിയാണ്. അതായത് ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 നില താഴത്തേക്ക് ഇറങ്ങാം. ഒരു നില താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. അപ്പുറത്ത് കൂടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് 21 ഫ്ലോർസും താഴത്തോട്ട് ഇറങ്ങണം. അപ്പോൾ നമുക്ക് നേരെ ഈ വഴി ഇറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി ഹോസ്റ്റലിലോട്ട് പോകാം. പിന്നെ അതിന് ശേഷം നമുക്ക് നേരെ തിരിച്ച് ചെയ്യാനിലോട്ട്
ഈ ഫ്രൂട്ടൊന്ന് മേടിച്ച് നോക്കാം. ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിക്കാണ് നമുക്ക് നമ്മുടെ പഴയ കാലത്ത് തൂക്കണ പോലത്തെ സാധനം വെച്ചിട്ടാണ് തൂക്കി തരുന്നത്. ഇങ്ങനത്തെ ഒരു സംഭവം വെച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് വിട പറയുകയാണ് കേട്ടോ ഗൈസ്. ഏറ്റവും സൂപ്പർ ഹോസ്റ്റൽ. നിങ്ങൾ ചോങ്സിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഹോസ്റ്റലിൽ നിൽക്കണം. ഹോസ്റ്റൽ നല്ല ചീപ്പുമാണ്, ഭയങ്കര ക്ലീനാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ സോളോ ട്രാവലറോ അങ്ങനെ ആരെങ്കിലും കേട്ട് ചൈന വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഹോസ്റ്റലിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് ദോയിനിൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ബൈ. അങ്ങനെ കഴിച്ച് നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ് കേട്ടോ. ചോങ്സിങ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. നിങ്ങൾ നോക്കൂ, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ വൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്കിനി ഉള്ളോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയേക്കാണ്. നമുക്കുള്ളത് സ്ലീപ്പർ ട്രെയിനാണ് കേട്ടോ ഗൈസ്. 9:14 സമയം. 9:14 കറക്റ്റ് സമയത്തിന് നമ്മൾ ട്രെയിൻ എടുത്തേക്കാണ് കേട്ടോ. ഇവിടെ സമയം നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ട്രെയിൻ എടുത്തേക്കാണ് നമ്മുടെ. അങ്ങനെ കുറേ സ്നാക്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പക്ഷേ നോക്ക് നിങ്ങൾ, നല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ ട്രെയിനൊക്കെ. ഇതൊരു സ്ലീപ്പർ ക്ലാസ് ട്രെയിനാണ് വരുന്നത്. സെക്കൻഡ് സ്ലീപ്പർ ക്ലാസ് ആണ്, അതായത് ഹാർഡ് സീറ്റ്. ഇപ്പോൾ ഹാർഡ് സീറ്റിലാണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ഒരു ഇതിൽ 6 ആൾക്ക് കിടക്കാം. സോഫ്റ്റ് സ്ലീപ്പറാണെന്ന് വെച്ചാൽ 4 ആൾക്കാണ് കിടക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി സ്പേഷ്യസ് ആയിരിക്കും. സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ ജേണിക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു 3:15 ആൻകാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ വരുന്നത്. കെ സീരീസൊക്കെയാണ് സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ മൊത്തം ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ട്രെയിൻ ട്രാൻസിറ്റ് വരുന്നത് ഈ ആൻകാങ് സ്റ്റേഷൻ എന്നാണ് കേട്ടോ. ഇവിടുന്ന് T246 എന്ന് പറഞ്ഞ വേറൊരു ട്രെയിനിലോട്ട് നമ്മൾ മാറണം. ഇപ്പോൾ വന്നത് നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ വന്ന് ഇനിയിപ്പോൾ കെ സീരീസ് എടുത്ത് അടുത്ത് നമ്മൾ T സീരീസ് എടുക്കാൻ പോവുകയാണ്. എന്തായിരിക്കും ഇവിടെ നോക്കി നോക്കാം. ഇവിടെ ഷിഫൻജോങ് വെച്ചിട്ട് എല്ലാവർക്കും അപ്പുറത്തും നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ട്രെയിനിൽ ഇനി സിറ്റിംഗ് ക്ലാസ്സിലാണ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ സീറ്റ് നോക്കുക വൈസ്. സീറ്റ് 47 ഓൺലിയുന്നത്, അതാണ് നമുക്ക് കിട്ടിയ സീറ്റ്. ഇവിടെ വർഷം കൊണ്ട് നമ്മുടെയൊക്കെ ഒന്ന് എന്തല്ലോ റെസ്റ്റോറൻ്റ് ആട്ടോ അപ്പുറത്തേക്ക്. അതാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. ഇപ്പോൾ സമയം 3:45 ആയതുകൊണ്ട് അതൊന്നും ഓപ്പൺ അല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും തുറക്കുന്നത്. പക്ഷേ നമ്മൾ 6:45 ആകുമ്പോഴേക്കും നമ്മൾ ചെയ്യാനെത്തും. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ ഷിയാനിലെത്തിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോങ്സിങ്ങിൻ്റെ എല്ലാ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.